ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മദേഴ്സ് ഹൗസ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടോട്ടാണ് വന്നിട്ടുള്ളത്. അതുതന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പാൻറ്റും ഈ ഒരു ബഗ്ഗി പാൻറ്റും കൂടെ ഈ ഒരു കുപ്പായം. അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ബ്ലൂ കളർ ഹിജാബ് ധരിക്കും, ലൈറ്റ്. അപ്പോൾ നേരെ നമുക്ക് ചേഞ്ച് ആയിട്ട് വന്നാലോ. അതിനാണിതാ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മേക്കപ്പ് സെക്ഷനായിട്ട് ഞാൻ ആദ്യം തന്നെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേറെ തുല്യാനായിട്ട് ബ്രേസ്ലെറ്റ് ഇട്ടു. പിന്നെ ഈ വെള്ളം പോലെ ഇരിക്കുന്ന സൺസ്ക്രീൻ, പിന്നെ ഒരു എൻവൈബാൻ്റെ കൺസീലർ പാലറ്റ്, സ്ക്രബ്ബർ, പിന്നെ പോക്കറ്റ് ഗ്ലോൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ മേക്കപ്പ് ഫിക്സഡ് സ്പ്രേ, eyeliner and lip liner, and a beautiful lipstick and മുട്ടു പിൻ ചുറ്റിടുമ്പോൾ ഇട്ടാൽ അവനക്ക് നേരം മാറ്റിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സൺസ്ക്രീൻ പറഞ്ഞില്ലേ, വെള്ളം പോലെ ഇരിക്കുന്ന സൺസ്ക്രീൻ. നമുക്ക് സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ട മനസ്സിലായില്ല, പക്ഷെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഫൗണ്ടേഷൻ. ലെറ്റ്സ് ഡു ഇറ്റ്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് കൺസീലർ ഇടാം. കൺസീലർ പാലറ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്ന കളറ്. ഓഫ് കിട്ടണമല്ല ഗൈസ്. ഞാനിതാ ചൂസ് ചെയ്യുന്ന കളർ ഏതെന്ന് വെച്ചാൽ 1 2 3 ഇതായിട്ട് ഞാൻ ചൂസ് ചെയ്യണം ഗൈസ്. ദിസ് വൺ കൺസീലർ ഇട്ടിട്ടുണ്ട്. ഞാനിടാൻ പോകുന്നത് അലീനിയ. എനിക്ക് കണ്ണെഴുതാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ കൂട്ടി കാണിച്ചിട്ട് ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടമായില്ല. ഞാനിടാൻ ലിപ് ലൈനർ ആട്ടോ. ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഹിജാബൊക്കെ ധരിച്ചു. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ ബൈ.